ഹേ ഗാസിൻ്റെ പുതുവിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ആലോചിക്കുന്നത് നമുക്കൊരു പാനിപ്പൂരി സ്റ്റോർ തുടങ്ങിയാലോ. പാനിപ്പൂരി ആൾക്കാർ വാങ്ങിക്കുമെന്ന് അറിയത്തില്ല. പാനിപ്പൂരി സ്ട്രീറ്റിലാണെന്ന് പലരും വിശ്വസിക്കാറില്ല. പക്ഷെ ഞാൻ നല്ല സൂപ്പർ പാനിപ്പൂരി ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ്. പാനിപ്പൂരി ചില ഫുഡ് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ്. അപ്പം നമുക്ക് നേരെ ഫുർഫുറി നഗറിൽ പോയാണെന്ന് തുടങ്ങിയാലോ. ഞാൻ അത് ആലോചിക്കാം. ഫുർഫുറി നഗറിൽ പോയി നമുക്കൊരു പാനിപ്പൂരി സ്റ്റോർ തുടങ്ങിയാലോ. മോട്ടു പത്ലുവിൻ്റെ ഒക്കെ സിറ്റി അത്. മോട്ടു പത്ലു ഇപ്പം അവിടെ ഉണ്ടോ എനിക്ക് നല്ല സംശയം. അവർ കാണില്ലേക്കും. പക്ഷെ നമുക്ക് നേരെ ഇങ്ങോട്ട് പോയി തുടങ്ങാം. ഫുർഫുറി നഗറിൽ പോയി തുടങ്ങാൻ എനിക്കൊരു ആഗ്രഹം. വീടിൻ്റെ അടുത്ത് തുടങ്ങണം എന്നും തോന്നുന്നല്ലേ. വീടിൻ്റെ അടുത്ത് തുടങ്ങണം. നമുക്ക് നേരെ ഫുർഫുറി നഗറിൽ പോകാം. അല്ലെങ്കിൽ മറ്റേ ട്രെവറിൻ്റെ വീട്ടിൽ തുടങ്ങിയാൽ മതി. ശരിക്കും എൻ്റെ പഴയ വീട്ടിൽ അത് വേണ്ട. സ്ഥിരം അവിടെ തന്നെ വല്ലതും ചെയ്യുന്നത്. നമുക്ക് ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാം. നേരെ ഫുർഫുറിനൊക്കെയുള്ളതെന്ന് തുടങ്ങാം. വണ്ടി എടുപ്പ് ഇപ്പോൾ കുറവാണ്. ബൈക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ കാർ അത്ര ഒന്നും എടുക്കാറില്ല. കംപ്ലൈൻ്റ് ആവും അവസാനം. കുറച്ച് സാധനങ്ങൾ ഇത് സെറ്റ് ചെയ്യാനുള്ള ബാഗിലുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ശരിക്കും എങ്ങനെയാണ് ഞാൻ കുത്തി കയറ്റ് കാർ എടുത്തൊന്ന് വന്നാൽ മതി. അതെല്ലാം കൂടെ അതിൽ വച്ച് എവിടെ സെറ്റ് ചെയ്യണം? ഇവിടെ ഒരു ടീ ഷോപ്പ്. ഈ ടീ ഷോപ്പിൻ്റെ അടുത്തുകൊണ്ട് സെറ്റ് ചെയ്താലോ. അതൊരു നല്ല ഐഡിയ. പക്ഷെ ഇപ്പോൾ ഞാൻ എവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യും? വണ്ടി പാർക്ക് ചെയ്യാൻ അത് കുഴപ്പമില്ല. ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. നടക്കാൻ എന്തിപ്പോൾ കുഴപ്പം? കുറച്ച് നടന്നൊന്നും സംഭവിക്കില്ലല്ലോ. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ സാധനമൊക്കെ എടുത്ത് വയ്ക്കട്ടെ ഗൈസ്. വല്ലതും സെയിലും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഈ ടീ ഷോപ്പിൻ്റെ അടുത്ത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ലെറ്റ്സ് സെറ്റ് ഇറ്റ് ഗൈസ്. ഫൈനലി ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ലക്ഷ്മി പാനിപ്പൂരി ഇതാണ് പേര്. ഇതൊന്ന് ചലോ പാനിപ്പൂരി ഖാത്തേ ഹേ എന്തൊക്കെയോ ഇവിടെ ഞാൻ തന്നെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഹിന്ദിയിൽ. അപ്പം കുറച്ച് ആൾക്കാർ വന്നാൽ മതി. എന്നാൽ പെട്ടെന്ന് നമുക്ക് സെയിലൊക്കെ കിട്ടുമേ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ആൾക്കാരൊക്കെ വരും. ഓരോന്ന് ഉണ്ടാക്കി വെക്കാൻ തുടങ്ങാം. ഓരോ പാനിപ്പൂരിയൊക്കെ. ചേട്ടാ ഒരു പാനിപ്പൂരി. താങ്കൾ അവിടെ ഇവിടെ നിൽക്കുന്ന സാർ ഇപ്പം തരാം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് തരാം ഗൈസ്. അപ്പോൾ അയാൾക്ക് ഞാൻ പാനിപ്പൂരി കൊടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ആൾക്ക് കൊടുത്തപ്പോൾ അടുത്ത കസ്റ്റമർ വന്ന് ചേട്ടാ ഒരു പാനിപ്പൂരി. ഒരു സെറ്റിൽ എത്ര വരും? ഇതിൽ ഒരെണ്ണത്തിന് ഇപ്പം 10 രൂപ. അപ്പം അതിൽ തന്നെ ഒരു 6 വരും. അത്രയും കഴിയുമോ? പിന്നെന്താ ചേട്ടാ, അത്രയും കഴിക്കാം. ഓക്കെ ഗൈസ്, ഈ മാറ്ററും കൂടെ കൊടുത്തിട്ട് വരാം. ചേട്ടാ ഒരു പാനിപ്പൂരി. നിങ്ങളിതിവിടെ ഇവിടെ നിൽപ്പുണ്ടാ? ഓക്കെ, ഇപ്പോൾ സെറ്റാക്കാം ഗൈസ്. ആ സാറിനും കൂടെ ഞാൻ സെറ്റാക്കാം. നല്ല പൈസ കിട്ടുന്നുണ്ട്, നല്ല സെയിൽ കിട്ടുന്നുണ്ട് ഇപ്പം. ഓക്കെ ഗൈസ്. ഞാൻ നിൻ്റെ മോളിപ്പോൾ ഞാൻ അറിയത് പലരും ഞാൻ തലയടിച്ച് വീണേ. പലരും ഇപ്പം എൻ്റെ പാനിപ്പൂരി കഴിച്ചിട്ട് അടിപൊളിയെന്ന് പറയുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു സെറ്റിന് 6 കൊടുക്കും. ഓരോരോ കസ്റ്റമേഴ്സാണ് വരുന്നത്. ഒരു സെറ്റിന് 6 കൊടുക്കാറുണ്ട്. അപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയി. ഓൾമോസ്റ്റ് രാത്രി ആവാറായി. എൻ്റെ ഒരു ഗോള് 10 കസ്റ്റമേഴ്സ്. 10എങ്കിലും വരണം. 10ലിപ്പം 3 പേര് വന്നു. ഇനി അടുത്ത കുറച്ച് കസ്റ്റമേഴ്സും കൂടെ വന്നിട്ട് പിന്നെ ഒരു സെക്കൻഡ് ഡേ ഈ വീഡിയോ തന്നെ സെക്കൻഡ് ഡേ വീഡിയോ എടുക്കണോ അതോ ഇത് വെച്ച് വൈൻഡപ്പ് ചെയ്യണോ? പാർട്ട് ചിലപ്പോൾ ഇടുമായിരിക്കും. പക്ഷേ ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കാം. അടുത്ത കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നാലും കൊള്ളാമല്ലേ. ബാക്കിലുണ്ട്, ഫ്രണ്ടിലുണ്ട്. തോന്നുന്നു ലൊക്കേഷനൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ലക്ഷ്മി പാനിപ്പൂരി കൊള്ളാം. ഓക്കെ, അടുത്ത കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഇവിടെ പാനിപ്പൂരിക്ക് പിടിയലിയാന്ന് തോന്നുന്നു. നിറച്ച് ആൾക്കാർ. നേരത്തെ 3 പേര് വന്നു. ഇപ്പം ഇത്ര ആയപ്പം 7 കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ടോട്ടലായത്. ഇവരെയും കൂടെ കൂട്ടി. ചേട്ടാ പാനിപ്പൂരി ചേട്ടാ പാനിപ്പൂരി. തരാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ് ഗൈസ്. അവർക്കും കൂടെ കൊടുത്തിട്ട് വരാവേ. മണി ഇപ്പം ഒരു 6 മണിയൊക്കെ ഏകദേശം ഇരുണ്ട് വരുന്നുണ്ട്. മഴ പെയ്യുമെന്തോ, മഴക്കോണ്ടെങ്കിലും ആണോ എന്തോ. ഓൾമോസ്റ്റ് ഇരുട്ടായി വരുന്നുണ്ട്. അതിന് മുമ്പേ ഇത് തീർക്കാം. നിങ്ങൾക്കിപ്പോൾ സെറ്റാക്കി തരാം.
ഓക്കെ ഗായ്സ്, അടുത്ത നേരത്തെ വന്ന കസ്റ്റമേഴ്സിന് കൊടുത്തപ്പോൾ ഇനി ഒരു ലേഡി കസ്റ്റമറും കൂടെ വന്നായിരുന്നു. ചേട്ടാ പാനിപ്പൂരി ഇപ്പം സെറ്റാക്കാം. ഗായ്സ് നിറച്ചും കാശ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഫുഡൊക്കെ സെല്ല് ചെയ്ത്. അടിപൊളി പാനിപ്പൂരി എന്നാണ് നിങ്ങൾ വന്നത്. മാഡത്തിന് ഇത് ഇഷ്ടപ്പെടും. എൻ്റെ നല്ല ടേസ്റ്റ് പാനിപ്പൂരിയാണ്. ചേട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുക, വേഗം താ. ഇപ്പം സെറ്റാക്കാം, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ ഗായ്സ്, മാഡത്തിനും കൂടെ കൊടുത്തിട്ട് വരാം. ഗായ്സ് കസ്റ്റമറും പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:30 ആയി. ഇത് കണ്ടാ ഞാൻ സൈഡിലാക്കി വെച്ചത് യമ്മി പാനിപ്പൂരിന്ന്. ഈ ബാഗിൽ ഞാൻ ഇത് ഓരോ പീസായിട്ടാണ് വച്ചത്. എങ്ങനെ കൊണ്ടുപോകുന്നത് അതിനകത്ത്, എങ്ങനെയാണ് സെറ്റാക്കിയത് ഇതൊക്കെ. അല്ല ബാഗിലല്ലേ, ബാഗിൽ തന്നെ വെച്ചത്. അല്ല തെറ്റിപ്പോയി ഗൈസ്. പറയുന്നുണ്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ബാഗിലല്ല വെച്ചത്. ബാഗിൽ ഇത് കൊള്ളൂല. ഇപ്പോഴാണ് അത് ഓർത്ത്. ഞാൻ എന്തോന്ന് മറ്റേ ട്രക്കിൽ ഓട്ടോ വിളിച്ചാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓട്ടോയോ അല്ല, ട്രക്കിലാണ് എന്നെ വിളിച്ച് കൊണ്ടുവന്നത്. പറയുന്നൊന്നും തോന്നരുത്. ഞാൻ ആദ്യം ബാഗിൽ വെച്ചെന്ന് പറഞ്ഞാൽ. പിന്നെ ആദ്യം ഞാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഞാൻ സ്റ്റിൽ ബാഗിൽ വെച്ച ഓർമ്മയിലായിരുന്നതാ. ഇതുവരെയ്ക്കാരും വന്നില്ല. 6:30 ആയി. ഇനി 2 കസ്റ്റമേഴ്സും കൂടെ വന്നാൽ ഇന്നത്തെ കോള് തീർന്നു. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഗായ്സ് ഫോണും തോണ്ടി ഒരു നേരം പോയത് അറിഞ്ഞില്ല. രാത്രിയായി. ലാസ്റ്റ് 2 കസ്റ്റമേഴ്സും വന്ന് ഗൈസ്. ചേട്ടാ പാനിപ്പൂരി എടുക്കും. പാനിപ്പൂരി ഇപ്പം സെറ്റാക്കാം. ഗൈസ് ഇവർക്കും കൂടെ ഞാൻ കൊടുത്തിട്ട് വരാം പാനിപ്പൂരി. ഓക്കെ ഗൈസ്, നേരത്തെ വന്ന 2 കസ്റ്റമേഴ്സിനും കൊടുത്ത്. നല്ല സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം രാത്രിയായി. ഞാൻ തിരിച്ച് വീട്ടിൽ പോട്ട്. നല്ല ഇത് നടക്കുന്നുണ്ട് സെയിൽ. എല്ലാവർക്കും എൻ്റെ പാനിപ്പൂരി ഇഷ്ടപ്പെടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. മുഖത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും പലരുടെ ഇത് എങ്ങനെയാണ്. പക്ഷേ ഞാൻ എല്ലാവരുടെയും നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റിനാണ് പലരും പറഞ്ഞത്. ചിലകൾ കിടന്ന് കളിക്കും. പാനിപ്പൂരി സ്റ്റോറ് പൂട്ടിയെന്നല്ല, ഇന്നത്തെ ദിവസത്തെ ഇത് കഴിഞ്ഞു. ഇനി നാളെ തുറക്കുള്ളൂ. ഇപ്പോൾ പൂട്ടിയിട്ടായിരുന്നു. പൂട്ടിയാ ഗായ്സ്. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നേരെ going to my home. പതുക്കെ കയറട്ടെ. ഓക്കെ, പോയിക്കോളൂ. ഞാൻ തന്നെ ഒരു ഇടയ്ക്ക് ആരും വരാത്തപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റ് പാനിപ്പൂരി, അടിപൊളി. ഞാൻ തന്നെ കസ്റ്റമേഴ്സേ, ശരിക്കും ഞാനാണല്ലോ ഓണർ. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊന്ന് വിശന്നപ്പോൾ ആരും വരാത്തപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളി, സൂപ്പർ. ഇടയ്ക്ക് ഉണ്ടാക്കി വയ്ക്കണം പാനിപ്പൂരി. വീട്ടിലും എനിക്ക് സംഭവം ഉണ്ട് ഉണ്ടാക്കാനുള്ളത്. പക്ഷെ അതല്ലേ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ചത്. എനിക്കെങ്കിലും ആവട്ടെ, അതാണ് ഞാൻ ഇപ്പോൾ വെച്ചത്. ഓക്കെ, ഇതൊന്നും ആരും മോട്ടിക്കാൻ എന്നാൽ മതിയായിരുന്നു. രാത്രിയായി. ഇനി പോയി കിടന്ന് ഉറങ്ങാം. ഓക്കെ ഗായ്സ്, ഇത്രേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഇവിടെ വെച്ച് ഇത് വൈൻഡപ്പ് ചെയ്യാമല്ലേ ഈ പാനിപ്പൂരി സ്റ്റോളിൻ്റെ വീഡിയോ. പാർട്ട് ഞാൻ അടുത്ത് വരുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റേത് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ് ഈ വീഡിയോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് കാണുന്നവരെ ബൈ ഗായ്സ്, ഗുഡ് ബൈ ഗായ്സ്.